സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഹക്കിന്റെ അധികാരമുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ടുള്ളതെല്ലാം എന്ത് പേര് പറഞ്ഞാലും അതൊക്കെ വ്യതിചരിച്ച നേരായ മാർഗത്തിൽ നിന്നിട്ട് വഴി പിരിഞ്ഞു പോയ കക്ഷികളാണ് എന്ന് മനസ്സിലാക്കാൻ വേറൊന്നും വേണം. ഈ ഒറ്റപ്പെടൽ യഥാർത്ഥത്തിൽ ഭീതിതമല്ല, അത് നമ്മുടെ ആദർശത്തിന് വെളിച്ചം നൽകുന്നതാണ്. സുന്നത്ത് ജമാഅത്ത് അത് ഒന്നേ ഉള്ളൂ. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് ഇന്ന് വരെ കൈമാറിപ്പോന്ന മഹാന്മാരായ സാദാത്യങ്ങളുടെയും ഉലമാക്കന്മാരുടെയും സലഫു സാലിഹീങ്ങളുടെയും വഴി പിന്തുടർന്ന് ഇന്ന് നമ്മുടെ മുന്നിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ള സയ്യിദ് അവർകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. വളരെ ക്ഷീണിതനാണ്, അവശനാണ്. എങ്കിലും ആ ഈമാനികമായ പ്രഭ, ആ മഹത്തായ ഹിമ്മത്ത്, അത് തന്നെയാണ് നമുക്ക് ആദർശത്തോടുകൂടി ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ വിശ്രമം എന്താണെന്ന് അറിയാതെ രാപ്പകലില്ലാതെ ഓടിപ്പാഞ്ഞു നടക്കുന്ന, മിനിയാന്ന് ബൈത്തുൽ മുഖദ്ദസിലുണ്ടായിരുന്ന മഹാനായ ശൈഖുന ഇന്നലെ കോഴിക്കോടാണ്. ഇന്ന് എവിടെയെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇത് എന്തിനു വേണ്ടിയാ? ഉസ്താദിന് സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടോ മക്കൾക്ക് കെട്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഈ സമുദായത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ മനുഷ്യവാസമെത്തി മനുഷ്യൻ ജീവിക്കുന്ന കൂട്ടായ്മയുള്ള എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വെന്നിക്കൊടി പറത്തിക്കൊണ്ട് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത്, ആ ഇസ്സത്ത് വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ 75-ാം വയസ്സിലും വിശ്രമം എന്താണെന്നറിയാതെ ഒരു രാത്രി കൈയും കാലും നേട്ടി കിടന്നുറങ്ങാൻ പോലും സ്വന്തം ശരീരത്തിന് റാഹത്ത് കൊടുക്കാൻ സമയം കാണാതെ ഈ സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാന്മാരായ ബഹുമാനപ്പെട്ട പുന്നള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ SYSന്റെ ധീരനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടെ വരാനുള്ള ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സാദാത്യങ്ങൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരുപാട് മുതിർന്നവരും യുവാക്കളുമായ ആലിമീങ്ങളും സാദാത്യങ്ങളും പ്രവർത്തകന്മാരും എല്ലാവർക്കും അല്ലാഹു തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നൽകുമാറാകട്ടെ. ഈ സമുദായത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് വാനോളം ഉയർത്തിപ്പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘ കൂട്ടായ്മക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സംഘടിപ്പിക്കപ്പെട്ട SSFന്റെയും SYSന്റെയും യൂണിറ്റുകൾ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഇഹത്തിലും പരത്തിലും ഫലപ്രദമാവുന്ന ഖൈറായ ഒരു മജ്ലിസാക്കി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന വിശുദ്ധ ഖുർആൻ വാക്യം ഓതി ആ ബറക്കത്തുകൊണ്ട് ഈ മഹത്തായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമുക്ക് വാഴ്ന്നു പറഞ്ഞു തരാൻ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും